ഇപ്പോഴത്തെ എല്ലാ കാറിന്റെയും ഡോറിന്റെ സൈഡിൽ ഇതേപോലത്തെ ഒരു സ്വിച്ച് ഉണ്ടാവും. ഈ സ്വിച്ച് ശരിക്കും എന്തിനാണ്? ഇത് വെച്ചുള്ള ഉപകാരം എന്താണ്? ഈ കാറിൽ ആദ്യം ആകെ 2 സ്വിച്ച് ഉണ്ടാവുള്ളൂ. അതായത് ഫ്രണ്ട് 2 ഡോറിലെ സ്വിച്ച്, അതിലൊരെണ്ണം വർക്കാവേയില്ല. ഈ വീഡിയോയിൽ ഞാൻ എന്തുകൊണ്ടാണ് ഈ ഒരു 4 സ്വിച്ച് ഇപ്പോൾ 4 ഡോറിലും വെച്ചത്, ഇതെല്ലാം വെച്ച് എന്താണ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്, ഇത് വെച്ച് ചെയ്യാൻ പോണ എല്ലാ ഫീച്ചേഴ്സും കാര്യങ്ങളുടെയും ഡീറ്റെയിലും അതിന്റെ ലോജിക്കും കാര്യങ്ങളെല്ലാം ഷെയർ ചെയ്യാം. ഇതിനകത്ത് മെയിൻ ആയിട്ടുള്ള ഒരു സംഭവമാണ് ഈ ഡിസ്പ്ലേ. ഇതിനകത്ത് ഇപ്പോൾ പാട്ടിന്റെ ഡീറ്റെയിൽ കാണിക്കും, അതേപോലെ ഈ കാറിൽ ഈ സ്വിച്ച് ഒന്നും ഇല്ലാത്തതുകൊണ്ട് തന്നെ ഈ ഡോർ അടഞ്ഞോ ഇല്ല എന്നുള്ള കാര്യമൊന്നും അറിയാൻ പറ്റൂല. അത് കാരണം കുറച്ച് ഇൻസിഡൻസ് കാര്യങ്ങളൊക്കെ ഉണ്ടായതുകൊണ്ട് തന്നെ ഈ സ്വിച്ച് എല്ലാത്തിലും വെക്കാന്ന് വിചാരിച്ചു. ആൻഡ് ഈ സ്വിച്ച് മാത്രം വെച്ചിട്ട് കാര്യമില്ല, ഇത് എങ്ങനെയെങ്കിലുമൊക്കെ ആസ് എ ഡ്രൈവറിന് അറിയാൻ പറ്റണം. ഇപ്പൊ ഈ ഡോർ അടഞ്ഞിട്ടില്ല, ഏത് ഡോറാണോ അടയാത്തത് അത് കാണിക്കണം. ഈ ഒരു സംഭവം ശരിക്കും ChatGPT ഉണ്ടാക്കിയ ഡിസൈനാണ്. ഞാൻ അതിനോട് പറഞ്ഞത് ഒരു കാറിന്റെ ഡിസൈനും ഒരു ഡോറും വെക്കാനാണ്. ബട്ട് ഇതെങ്ങനെയാണ് ഒരു കാറിന്റെ ഷേപ്പായിട്ട് അതിന് തോന്നിയതെന്ന് എനിക്കറിയാം. അത് ഇനി കുറച്ച് കഴിയുമ്പോൾ മാറ്റും. സോ ഇനി ഇതെല്ലാം വർക്ക് ആവണം എങ്ങനെയെന്ന് നോക്കാം. ഇതിന്റെ വർക്കിംഗ് വളരെ സിമ്പിൾ ആയിട്ട് പറയണമെന്നുണ്ടെങ്കിൽ ഈ 4 സ്വിച്ച് നേരെ കണക്ട് ചെയ്തേക്കണത് ESP32ലേക്കാണ്. പിന്നെ ഇതിലുള്ളത് ഒരു ESP8266 ആണ്. ഇത് യൂസ് ചെയ്താണ് ഈ ഡിസ്പ്ലേ വർക്ക് ചെയ്യണം. അപ്പോൾ ഇതിനകത്ത് ഏത് ഡോറാണ് ഓപ്പൺ എന്നറിയണമെന്നുണ്ടെങ്കിൽ ഈ ESPന്ന് അങ്ങോട്ട് ഡാറ്റ കൊടുക്കണം. അതായത് ഏത് ഡോറാ ഓപ്പൺ എന്നുള്ളത് അതനുസരിച്ചുള്ള ഡാറ്റ ESP82ലോട്ട് കൊടുക്കും. അതിനുവേണ്ടി യൂസ് ചെയ്യണ ഒരു പ്രോട്ടോക്കോളാണ് ESP Now. ഈ ESP Now യൂസ് ചെയ്തിട്ട് 2 ESPs തമ്മിൽ വയർലെസ്ലി കണക്ട് ചെയ്യാനും വയർലെസ് ത്രൂ തന്നെ നമുക്ക് കമ്മ്യൂണിക്കേഷൻ നടത്താനും പറ്റും. അതിനുവേണ്ടി നമ്മൾ ഏത് ESPയിലേക്കാണോ കണക്ട് ചെയ്യാൻ നോക്കുന്നത് ആ ESPയുടെ MAC അഡ്രസ് മതി. അതിന് ഈ കോഡ് ഇട്ട് കഴിഞ്ഞാൽ നമുക്ക് ആ MAC അഡ്രസ് കിട്ടും. ഇതിന്റെ ഡോറിന്റെ ഫംഗ്ഷനാലിറ്റിയിൽ വളരെ ബേസിക് ആയിട്ടുള്ള ലോജിക്കാണ് വർക്കാണ്. അതായത് ഫ്രണ്ട് ലെഫ്റ്റ് ഡോർ, ഫ്രണ്ടിൽ റൈറ്റ് ഡോർ, അല്ലെങ്കിൽ ബാക്ക് ലെഫ്റ്റ് ഡോർ, ബാക്ക് റൈറ്റ് ഡോർ, ഇങ്ങനെ 4 വാല്യൂസ് ആണുള്ളത്. ഇതിൽ ഏതെങ്കിലും ഒന്ന് ട്രൂ ആയി കഴിഞ്ഞാൽ അത് നേരെ ഈ ESP32ന്ന് ESP82ലേക്ക് പോകും. എന്നിട്ട് ഈ ഡിസ്പ്ലേയിൽ അത് കാണിക്കും. അപ്പോൾ ഡ്രൈവറിന് അറിയാൻ പറ്റും ഏത് ഡോറാണ് ഓപ്പൺ. ഇതാണ് ഇതിന്റെ ബേസിക് വർക്കിംഗ്. എങ്ങനെയാണ് ഞാൻ ഒരു നോർമൽ ആപ്പ് ഒരു പ്രീമിയം ആപ്പാക്കി മാറ്റിയതെന്ന് അറിയണമെന്നുണ്ടെങ്കിൽ ഈ വീഡിയോ കണ്ടോ.